നമ്മളൊരു പൊളിറ്റിക്കലി ന്യൂട്രൽ ആയിട്ടാണ് പലപ്പോഴും സൗമ്യ തോന്നിയിട്ടുള്ളത്. പക്ഷെ കൂടുതൽ കണ്ടിട്ടുള്ളത് കോൺഗ്രസുമായി അത് സരിനുള്ളത് കൊണ്ട് കൂടെ. അതിപ്പോ ബേസിക്കലി നമുക്ക് അങ്ങനെയാണല്ലോ. ഇപ്പൊ നമ്മുടെ ലൈഫ് പാർട്ണർ ഒരു പാർട്ടിയെ പ്രതിനിധാനം ചെയ്ത് നിൽക്കുമ്പോൾ ഇപ്പൊ എന്നെ ഒരു ക്ലാസ്സിന് വിളിക്കുന്നത് അല്ലെങ്കിൽ എന്നെ ഒരു ചീഫ് ഗസ്റ്റ് ആയിട്ട് വിളിക്കുന്നത് സ്വാഭാവികമായിട്ടും ആ പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ടവരായിരിക്കും. ഇപ്പോൾ ഞാൻ ഷാർജയിൽ പോയതിനു ശേഷം ഇൻകാസിന്റെയും KMCCയുടെയും പരിപാടികളാണ്. കാര്യം ഓപ്പോസിറ്റ് നിൽക്കുന്ന സരിൻ പോകുന്നതിന് ശേഷം ഈ പരിപാടികൾക്കൊക്കെ തുടർന്ന് വിളിക്കുന്നുണ്ടോ? വിളിച്ചാൽ ഞാൻ പോകും. അതാണ് എനിക്ക് പറയാനുള്ളത്. കാര്യം എന്നെ അങ്ങനെ ഒരു അനാവശ്യമായിട്ടുള്ള ശത്രുത ഞാൻ ആരുമായിട്ടും വെക്കാറില്ല. എന്നോടും ആരും അത് കാണിക്കരുതെന്ന്. ഇനിയിപ്പോ അങ്ങനെയാണെങ്കിൽ രണ്ട് രീതിയിലും, അതായത് സൗമ്യ പങ്കെടുത്തിരുന്ന ഇൻകാസ് അടക്കമുള്ള വേദികളിലും തുടരാം. സരിനിപ്പോൾ ഇടതുപക്ഷത്തിനൊപ്പമാണ്, അപ്പോൾ ഇടതുപക്ഷത്തെ വേദികളിലും എത്താം. ഞാൻ പറയുന്നത് വിളിക്കണോ വേണ്ടയോ എന്നുള്ളത് അവരുടെ തീരുമാനമാണ്. പക്ഷെ ഞാൻ എന്നെ ഒരു ആര് വിളിച്ചാലും BJP ഒരു പരിപാടിക്ക് വിളിച്ചാൽ ഞാൻ ആ പരിപാടിയുടെ അതിന്റെ ഒരു എന്താണ് അതിന്റെ ഒരു ക്രെഡിറ്റ് എന്നാണ് നോക്കാറുള്ളത്. അല്ലെങ്കിൽ അവരെന്തിനാണ് പരിപാടി നടത്തുന്നത്, ഈ ഡോക്ടറിനുള്ള ഒരു പ്രൊഫൈലിനെ മാനിച്ചുകൊണ്ട്, പ്രത്യേകിച്ചും ഇപ്പൊ കുട്ടികൾക്കായിട്ടൊരു പുസ്തകമൊക്കെ എഴുതി ആ പുസ്തകത്തെ അധികരിച്ചുകൊണ്ടുള്ള ഒരു ചർച്ചയാണെങ്കിൽ ഇപ്പൊ ഏത് ഒരു പാർട്ടി, അതായത് നിരോധിക്കപ്പെട്ട പാർട്ടികളെ പറ്റിയിട്ടല്ല ഞാൻ പറയുന്നത്. ഇവിടെ നമ്മുടെ ഇവിടുത്തെ നിയമങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഏത് ഒരു സംഘടന ഇപ്പൊ എന്നെ ഒരു അച്ഛനമ്മമാർക്കുള്ള ഒരു ക്ലാസ് എടുക്കാൻ വേണ്ടി വിളിക്കുകയാണ്, അതിന്റെ ഉദ്ദേശശുദ്ധി നല്ലതാണല്ലോ. ഞാൻ അവിടെ പോയി സംസാരിക്കുന്നത് ആളുകൾക്ക് അവബോധം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. എന്തിനു ഞാൻ അതിന് മടിക്കണം? അതിനെന്തിന് ആ പാർട്ടി ഏതാണ്, ആ പാർട്ടിയുടെ കൊടി എന്താണെന്ന് ഞാൻ നോക്കാറില്ല. അതായത് ഒരു ഇൻഡിപെൻഡന്റ് വ്യൂ പോയിന്റ്, അതായത് തികച്ചും പൊളിറ്റിക്കലി ന്യൂട്രൽ ആയിട്ടുള്ള ഒരു ഡോക്ടർ സൗമ്യ സരിനാണ്. പൊളിറ്റിക്കലി ന്യൂട്രൽ എന്ന് പറയുമ്പോഴും എനിക്ക് പൊളിറ്റിക്കൽ ആയിട്ടുള്ള കൃത്യമായിട്ടുള്ള അങ്ങനെയില്ല, കാഴ്ചപ്പാടുകളുണ്ട്. കാര്യം ചിലപ്പോ അത് ഒരു പാർട്ടി ചെയ്യുന്നത് നല്ലത് എന്നായിരിക്കും. വ്യക്തിനിഷ്ഠമാണോ പാർട്ടിനിഷ്ഠമാണോ നിലപാട്? എനിക്ക് വ്യക്തിനിഷ്ഠമായിട്ടാണ് ഞാൻ കൂടുതലായിട്ട്. കാരണം ഇപ്പോൾ സരിൻ മത്സരിക്കുന്നു, അപ്പോ നേരത്തെ എവിടെയാണോ ചേർന്ന് നിന്നത് അവിടെ വോട്ട് ചെയ്യുക എന്നുള്ളത് പ്രായോഗികമല്ല എന്ന് ചോദിക്കുന്നത് എനിക്കും അറിയാം. അതെ, എന്താ വെച്ചാൽ ഞാൻ വ്യക്തികളെ നോക്കുന്നത് നമുക്ക് എത്രത്തോളം അതാണല്ലോ ആവശ്യം. കാര്യം ഒരു പാർട്ടി നല്ലത് ഒരു പാർട്ടി ചീത്ത എന്ന് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. എങ്ങനെയാണ് UDFന്റെ സ്ഥാനാർത്ഥി, സരിന്റെ എതിർ സ്ഥാനാർത്ഥി? എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാത്ത ഒരാളാണ്. അപ്പോ ഞാനും ഈ പറയുന്ന പോലെ കണ്ടിട്ടുള്ളൂ, നേരിട്ട് ഒരു തവണ പോലും കണ്ടിട്ടില്ല. വോട്ട് ചോദിച്ചു വന്നോ? പാലക്കാട്ടെ വോട്ടറല്ലേ? ഇല്ല, എന്നെ കണ്ടിട്ടില്ല. സരിന് കൈ കൊടുത്തില്ല, അപ്പൊ ഡോക്ടർ സൗമ്യ സരിന് കൈ തരുമോന്ന് അറിയാൻ ഞാൻ നേരിട്ട് കാണാൻ പറ്റിയിട്ടില്ല. അപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതുവരെ വോട്ട് ചോദിക്കാത്തൊരു വോട്ടർ ഇവിടെയുണ്ട്. കൃഷ്ണകുമാർ വോട്ട് ചോദിച്ചിരുന്നോ? സി കൃഷ്ണകുമാർ ചോദിച്ചില്ല. ഞാനിപ്പോ വന്ന് 2 ദിവസം ആയതുകൊണ്ടായിരിക്കാം ആരും വേറെ വോട്ട് ചോദിച്ചിട്ടില്ല. പക്ഷെ ഞാൻ പറഞ്ഞു വന്നത് സരിൻ വോട്ട് ചോദിച്ചല്ലോ. സരിൻ വോട്ട് ചോദിച്ചിട്ടില്ല, സരിനും ചോദിച്ചിട്ടില്ല. വ്യക്തികളാണ്, ഞാൻ വ്യക്തികൾക്കാണ് എപ്പോഴും പ്രാധാന്യം കൊടുക്കാറുള്ളത്. കാര്യം നല്ല വ്യക്തികൾ എല്ലാ പാർട്ടികളിലുമുണ്ട്. അതായത് ചീത്ത എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ മാനസികമായിട്ടുള്ള ചില മനോവൈകല്യങ്ങൾ സൂക്ഷിക്കുന്നവര്, ശത്രുത സൂക്ഷിക്കുന്നവര്, വെറുപ്പ് സൂക്ഷിക്കുന്നവര്, അങ്ങനെയുള്ളവരും എല്ലാ പാർട്ടിയിലും ഉണ്ട്. അപ്പോൾ ഈ പറയുന്ന സൈബർ അറ്റാക്കുകളും സൈബർ ബുള്ളിങ്ങുകളും ഒക്കെ വരുന്നത് അങ്ങനെയുള്ള ആളുകളിൽ നിന്നാണ്. അതിനെ നമ്മൾ അടച്ചാക്ഷേപിക്കുന്നതിൽ അർത്ഥമില്ല. അതെ, നമ്മളിപ്പോൾ കൃത്യമായിട്ടുള്ള ഒരു പൊളിറ്റിക്സ് ഡോക്ടർ സൗമ്യ സരിൻ ഉണ്ട് എന്നുള്ളത് പ്രേക്ഷകർക്ക് മനസ്സിലായി കാണും. സരിൻ മത്സരിക്കുകയാണ്. അപ്പോൾ ക്യാമ്പയിൻ ഇപ്പൊ ഇന്നും നാളെയും കൂടെ ക്യാമ്പയിൻ പരസ്യ പ്രചാരണമുള്ളൂ. പ്രചാരണത്തിന് ഇറങ്ങി കണ്ടില്ല, ഇന്ന് നാളെയും ഇറങ്ങുന്നുണ്ടോ? ഞാൻ ആക്ച്വലി സരിന്റെ കൂടെ നടന്ന്, അതായത് ഓരോ സ്ഥലത്തും പോയി ആ ഒരു പ്രചാരണം ഉണ്ടല്ലോ, അതിൽ ഭാഗമാകുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. എനിക്ക് പറ്റുന്ന, അതായത് സരിൻ എന്ന് പറയുന്ന വ്യക്തി എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അത് ഞാൻ പറഞ്ഞല്ലോ, 21 വർഷത്തെ എൻ്റെ ഒരു ഉറപ്പാണ്. അപ്പോൾ ഞാൻ ഒരു വോട്ടറായിട്ട് നോക്കുന്നത്, ഇപ്പൊ പാലക്കാടിന് വേണ്ടി ഞാൻ വോട്ട് ചെയ്യാൻ പോകുന്ന സമയത്ത് പാലക്കാടിന് അതുകൊണ്ട് ഗുണമുണ്ടാവുമോ എന്നുള്ള ഒറ്റ കാര്യമാണ് ഞാൻ ചിന്തിക്കുക. സരിൻ ജയിച്ചാൽ പാലക്കാട് ഗുണമുണ്ടാവുമോ? 101% ഉണ്ടാവുമെന്നാണ് സരിനെ അറിയുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ എന്റെ അഭിപ്രായം. കാരണം സരിൻ കുറച്ചു മുമ്പ് സുജയ കണ്ടതാണല്ലോ, അല്ലെങ്കിൽ ഭയങ്കര പങ്ക്ച്വലാണ്, ഒരു കാര്യം വേണമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിനു വേണ്ടി എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് അങ്ങനെ തന്നെയാണ്. അപ്പോ അത് ഞാൻ അറിയുന്ന കാലം മുതൽ സരിന് അങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് സരിന് കൃത്യമായിട്ടുള്ള വിഷൻസ് ഉണ്ട്. അതായത് ഒരു ഉത്തരവാദിത്തം ഏറ്റെടുത്തു കഴിഞ്ഞാൽ അത് എങ്ങനെ ചെയ്തു തീർക്കണം എന്നുള്ളത്. സരിന്റെ എനിക്ക് തോന്നിയത്, കോൺഗ്രസിനുള്ളിലായിരുന്ന സരിൻ ഇപ്പോൾ പുറത്തേക്ക് വന്നപ്പോഴേക്കും പെട്ടെന്ന് ആ ഒരു കേഡർ ശൈലിയിലേക്ക്, നടത്തമായാലും സംസാരമായാലും ഒക്കെ പെട്ടെന്ന് തന്നെ പരുവപ്പെടുത്താനായിട്ട് സരിന് കഴിയുന്നുണ്ട്. സരിനപ്പോൾ ഒരു കമ്മ്യൂണിസ്റ്റ് ഇൻ ഡിസ്ഗൈസ് കോൺഗ്രസിലായിരുന്നു. കാരണം ഒരു കമ്മ്യൂണിസ്റ്റ് കാഴ്ചപ്പാടുള്ള ഒരു വ്യക്തിയായിട്ട് സരിൻ അല്ലെങ്കിൽ ഇത്ര പെട്ടെന്ന് മാറാൻ കഴിയില്ലല്ലോ. ഞാൻ മനസ്സിലാക്കുന്നത്, നമ്മൾ പറയാറില്ലേ എല്ലാ മതത്തിന്റെയും അന്തസത്ത നല്ലതാണ്. അത് പറയുന്ന പോലെ ഏതൊരു പാർട്ടിയാണെങ്കിലും ഒരു ജനപ്രതിനിധി, അത് ആര് ഏത് പാർട്ടിയെ പ്രതിനിധീകരിക്കുന്ന ജനപ്രതിനിധി ആണെങ്കിലും എന്താണ് ചെയ്യേണ്ടത്? ബേസിക്കലി ജനങ്ങൾക്ക് നല്ലത് ചെയ്യുക, അല്ലെങ്കിൽ ആ നാടിന് നല്ലത് ചെയ്യുക. അത് ആ നന്മ സരിന്റെ കയ്യിലുണ്ട്, അത് എനിക്ക് ഉറപ്പുള്ള കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പൊ ക്യാമ്പയിന്റെ കാര്യം ചോദിച്ചാൽ എനിക്ക് വ്യക്തിപരമായി അറിയുന്ന ആളുകളോട് എനിക്ക് ആത്മവിശ്വാസത്തോടുകൂടി പറയാൻ പറ്റുന്നത്, നിങ്ങൾ സരിനൊരു വോട്ട് കൊടുക്കുകയാണെങ്കിൽ ആ വോട്ട് പാഴാവില്ല. നിങ്ങളൊരു ചാൻസ് കൊടുക്കുകയാണെങ്കിൽ ആ ചാൻസ്, അല്ലെങ്കിൽ ആ ഒരു അവസരം സരിൻ 21 വർഷത്തെ അറിവിൽ നിന്ന് പറയുന്ന വാക്കുകളാണ്. അത് സരിന് ആക്ച്വലി സരിനെ അത്രകാലമായിട്ട് അറിയുന്ന ആർക്കും അറിയുന്ന കാര്യമാണ്, ഈ വിമർശിക്കുന്നവർക്കും അറിയുന്ന കാര്യമാണ്. തീർച്ചയായും. അപ്പോ നമുക്ക് ഈ സംഭാഷണം തൽക്കാലത്തേക്ക് നമ്മൾ പാലക്കാട് കോട്ടയൊക്കെ ഒന്ന് ചുറ്റിക്കണ്ടു.
ഡോക്ടർ പി സരിനൊപ്പം എന്തുകൊണ്ടാണ് സൗമ്യ സരിനെ കാണാത്തതെന്ന ചോദ്യത്തിൽ അർത്ഥമില്ല. ഇവിടൊക്കെ തന്നെ ഇൻവിസിബിൾ ആയിരുന്നു, ഇപ്പൊ കുറച്ച് വിസിബിൾ ആകാൻ പോവാണ്. നമ്മൾ വീണ്ടും കണ്ടുമുട്ടും. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.